ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, അധ്യാരോപദർശനത്തിലെ 6ാമത്തെ ശ്ലോകമാണ് ഇന്നത്തെ വിഷയം. മുൻ ശ്ലോകങ്ങളിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായി സൃഷ്ടികർമ്മത്തെ പറ്റിയാണ് ഇവിടെയും ചർച്ച ചെയ്യപ്പെടുന്നത്. 6ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ആസീത് പ്രകൃതിരേവേദം യഥാദൗ യോഗമായയാ വ്യതനോ തഥ യോഗീവ സിദ്ധിജാലം ജഗത്പതി. ഓരോ പദവും. ആസീത് പ്രകൃതി ഏവം ഇദം യഥാ ആദൗ യോഗമായയാ വ്യതനോത് അഥ യോഗി ഇവ സിദ്ധിജാലം ജഗത്പതി. അന്യവും അർത്ഥവും. ഇദം പ്രകൃതി ഏവ ആസീത്. ഈ പ്രപഞ്ചം ആദിയിൽ കേവലം പ്രകൃതി മാത്രമായിരുന്നു. അഥാ ജഗത്പതി, അതിനുശേഷം ജഗത്പതിയായ ഭഗവാൻ, യോഗി സിദ്ധിജാലം ഇവ, ഒരു യോഗി തൻ്റെ സിദ്ധികളെ എപ്രകാരം പുറത്തെടുത്ത് പ്രകടിപ്പിക്കുന്നുവോ അപ്രകാരം യോഗവൈഭവ വ്യതനോത്, തൻ്റെ യോഗവൈഭവത്തെ ഇപ്രകാരം പ്രപഞ്ചരൂപമായി രൂപം കൊടുത്തു. ഇവിടെ സൃഷ്ടിക്ക് മുമ്പ് പ്രപഞ്ചം പ്രകൃതിയായിട്ട് നിലനിന്നിരുന്നു എന്ന് പറയുന്നു. പ്രകൃതിയോടൊപ്പം ഈശ്വരനും ഉണ്ടായിരുന്നു എന്നും പറയുന്നു. ജഗത്പതി എന്നാൽ ജഗത്തിൻ്റെ പതി അഥവാ ഭർത്താവ് എന്നാണ് അർത്ഥം. ഇവിടെ പ്രകൃതി പുരുഷ സിദ്ധാന്തത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയും പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി എന്ന ഗീതയിൽ പറയുന്നു. അതായത് പ്രകൃതിയും പുരുഷനും രണ്ടും അനാദിയാണ്. അതായത് പ്രകൃതിയെ ആരും സൃഷ്ടിച്ചതല്ല, അത് ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതും ആദി ചൈതന്യത്തിൽ പെട്ടതായതുകൊണ്ട് അതും ദൈവവും ഒന്നായി തന്നെ ഇരുന്നിരുന്നു എന്നും പറയാം. ബൈബിളിൽ പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇവിടെ വചനത്തിൻ്റെ സ്ഥാനത്ത് പ്രകൃതിയെ വച്ചാൽ യോഹന്നാൻ പറഞ്ഞതും ഗീതാവാക്യവും ഒന്നായി ആണ് എന്ന് കാണാവുന്നതാണ്. വചനം ശബ്ദവും ശബ്ദം ഊർജവുമാണ്. ഊർജം ഘനീഭവിച്ചാണ് ദ്രവ്യമുണ്ടായത്. ഊർജവും ദ്രവ്യങ്ങളുമായിട്ടാണല്ലോ പ്രപഞ്ചം അറിയപ്പെടുന്നത്. ഈ വിഷയം മറ്റൊരവസരത്തിൽ വിശദീകരിക്കാം. ഇപ്പോൾ പ്രകൃതി പുരുഷ സിദ്ധാന്തത്തിലേക്ക് കടക്കാം. സാഖ്യയോഗകർത്താവായ കപിലമുനിയുടെ അഭിപ്രായത്തിൽ പ്രകൃതിയും പുരുഷനും, ഇവിടെ പുരുഷൻ എന്ന് പറയുന്നത് പരമാത്മാവായ ഈശ്വരനെ പറ്റിയാണ് എന്നോർക്കണം, പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധം അന്ധനും മുടന്തനും തമ്മിലുള്ള ബന്ധം പോലെയാണ് എന്ന് പറയുന്നു. അന്ധന് കാഴ്ചയില്ലാത്തതുകൊണ്ട് സഞ്ചരിക്കാൻ വയ്യ, മുടന്തന് കാല് ശരിയല്ലാത്തതുകൊണ്ട് സഞ്ചരിക്കാൻ വയ്യ. അന്ധന് കാലുകളുണ്ട്, മുടന്തന് കണ്ണുകളും ഉണ്ട്. അന്ധൻ മുടന്തനെ തൻ്റെ തോളത്ത് കയറ്റി വയ്ക്കുന്നു. മുടന്തൻ അന്ധൻ്റെ ചുമലിൽ ഇരുന്നു കൊണ്ട് അന്ധന് വഴി കാട്ടിക്കൊടുക്കുന്നു. അന്ധൻ ആ വഴിയിലൂടെ നടക്കുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പര സഹായത്തോടെ നടന്നു പോകുന്നു. ഇതിനെ അന്ധപങ്കു ന്യായം എന്ന് പറയുന്നു. പ്രകൃതിക്ക് രൂപമുണ്ട്, ശരീരമുണ്ട്, എന്നാൽ ജഡമാണ്, ചൈതന്യമില്ല. അതിനാൽ പ്രവർത്തിക്കാൻ വയ്യ.
ആത്മാവ് ചൈതന്യമാണ്. പക്ഷേ രൂപമോ ദേഹമോ ഇല്ലാതെ അതിനും പ്രവർത്തിക്കാൻ വയ്യ. അന്ധമങ്കു ന്യായം ഉപയോഗിച്ച് ആത്മാവായ പുരുഷൻ പ്രകൃതി നിർമ്മിതമായിരിക്കുന്ന ശരീരത്തിൽ പ്രവേശിച്ചാൽ ശരീരത്തിന് ജീവൻ വയ്ക്കും, പ്രവർത്തിക്കും. അങ്ങനെയാണ് പ്രപഞ്ചം സജീവമായി പ്രവൃത്യുന്മുഖമായി ഇപ്രകാരം നിലനിൽക്കുന്നത്. ഗീതയിൽ മറ്റൊരിടത്ത് പ്രകൃതി, ജീവാത്മാവ്, പരമാത്മാവ് ഈ മൂന്നിനെയും ചേർത്ത് 3 പുരുഷന്മാരായി അഥവാ 3 ചൈതന്യമായി പറയപ്പെടുന്നുണ്ട്. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരക്ഷാക്ഷര ഏവത ക്ഷരസർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ ഉത്തമപുരുഷസ്തന്യ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയമാവശ്യോ വിഭക്തവ്യയ ഈശ്വര. അർത്ഥം: ലോകത്തിൽ 2 പുരുഷന്മാരുണ്ട്. ഒന്ന് ക്ഷരപുരുഷനും മറ്റൊന്ന് അക്ഷരപുരുഷനും. പ്രകൃതിയിലുള്ളതെല്ലാം ക്ഷരപുരുഷന്മാരും. ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത് എന്നാണ് അർത്ഥം. അക്ഷരം എന്നാൽ നാശമില്ലാത്തത് എന്നാണ് അർത്ഥം. അക്ഷരപുരുഷൻ ജീവജാലങ്ങളിലുള്ള ആത്മചൈതന്യമാണ്. ഇവയ്ക്ക് രണ്ടിനും ഉപരിയായി ഒരു ഉത്തമ പുരുഷനുണ്ട്. അത് സർവ്വലോകങ്ങളെയും നയിക്കുന്ന പരമാത്മ ചൈതന്യമാണ്. പ്രകൃതിയെയും ജീവാത്മാവിനെയും കൂട്ടിച്ചേർക്കുന്നത് ഈ ഉത്തമ പുരുഷനാണ്, അതായത് പരമാത്മാവാണ്. ഇവിടെ പ്രകൃതിയെ പുരുഷത്വം അഥവാ ചൈതന്യം കൊടുത്ത് ക്ഷരപുരുഷനായി പറയാൻ കാരണം പ്രകൃതിയിൽ ഊർജം അഥവാ കോസ്മിക് എനർജി ഉള്ളതായി കാണുന്നത് കൊണ്ടാണ്. അതായത് ക്ഷരപുരുഷനിൽ ഉള്ളത് ദ്രവ്യോർജം അഥവാ കോസ്മിക് എനർജിയും അക്ഷരപുരുഷനിൽ ഉള്ളത് ജ്ഞാനോർജം അഥവാ കോൺഷ്യസ് എനർജിയുമാണ്. ഉത്തമ പുരുഷനായ ഈശ്വരനിലുള്ള ഊർജത്തെയാണ് ഗുരുദേവൻ ജനനീ നവരത്ന മഞ്ജരിയിൽ ഒന്നായ മാമതി അഥവാ എങ്ങും നിറഞ്ഞ പരമമായ ശക്തി എന്ന് പറഞ്ഞിട്ടുള്ളത്. സാഖ്യയോഗ കർത്താവായ കപിലമുനി അവതരിപ്പിച്ച പ്രകൃതി പുരുഷ സിദ്ധാന്തത്തിൻ്റെ ഏകദേശ രൂപമാണ് ശ്രോതാക്കളുടെ അറിവിലേക്ക് വേണ്ടി ഇത്രയും ചുരുക്കി പറഞ്ഞത്. ഈ പ്രകൃതി പുരുഷ സിദ്ധാന്തവും നമ്മുടെ പൂജാവിധിയും തമ്മിൽ ഒരു ബന്ധമുള്ളതും കൂടി നിങ്ങൾക്കേവർക്കും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി പറയാം. അതും ആവശ്യമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. പുംശബ്ദ പുരുഷജ്ഞേയോ ജേതി ജായാർത്ഥസൂചക പുംസി ജായാലയോ പൂജ വേത്തി വേദവിദോ ജനാഹ. അർത്ഥം: പൂജ എന്നതിലെ പൂ എന്ന ശബ്ദത്തിന് പുരുഷൻ എന്നാണ് അർത്ഥം. ജ എന്ന ശബ്ദത്തിന് ജായ എന്നാണ് അർത്ഥം. ജായ എന്നാൽ ഭാര്യ എന്നാണ് അർത്ഥം. പുരുഷനിൽ ജായ ലയിക്കുന്നതാണ് പൂജ എന്ന് വേദാർത്ഥങ്ങൾ അറിയുന്നവർ അറിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജഗത്പതി എന്ന് പറഞ്ഞിടത്ത് ജഗത്തിൻ്റെ പതി അഥവാ ലോകത്തിൻ്റെ ഭർത്താവ് ആണ് ഈശ്വരൻ. ജഗത്ത് ഭഗവാന്റെ ഭാര്യയും. ഭൂമിദേവിയെ വിഷ്ണുപത്നിയായിട്ടാണ് കരുതുന്നത്. രാവിലെ ഉണർന്നാൽ ഭൂമിയിൽ കാലുവയ്ക്കുന്നതിന് മുൻപായി സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന മന്ത്രം ചൊല്ലണമെന്നുണ്ട്. സമുദ്രമാകുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നവളും പർവ്വതങ്ങളാകുന്ന സ്ഥലങ്ങളോടുകൂടിയവളും വിഷ്ണുപത്നിയുമായിരിക്കുന്ന അല്ലയോ ഭൂമിദേവി, എൻ്റെ പാദം നിന്നെ സ്പർശിക്കുന്നത് ക്ഷമിക്കണം എന്ന് ഭൂമിയോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഭൂമിയിൽ കാൽ വയ്ക്കേണ്ടത്. അതായത് പ്രകൃതിയെ പരമാത്മാവായ പുരുഷനിൽ ലയിപ്പിക്കുന്നതാണ് പൂജ.
പ്രകൃതിയെ പരമാത്മാവായ പുരുഷനിൽ ലയിപ്പിക്കുന്നതാണ് പൂജ. പ്രകൃതി പുരുഷനിൽ ലീനമായിരിക്കുന്ന ബ്രഹ്മം സച്ചിദാനന്ദമാകുന്നു. ബ്രഹ്മത്തിൻ്റെ സത്താസ്വരൂപമാണ് പ്രപഞ്ചമായി രൂപം ധരിച്ചിരിക്കുന്നത്. ചിത് സ്വരൂപമാണ് അതിൽ ചൈതന്യമായി പ്രകാശിക്കുന്നത്. സത്തിൽ ചിത്താകുന്ന ചൈതന്യം പ്രസരിക്കുമ്പോൾ ഉണ്ടാകുന്ന പൂർണ്ണതയുടെ അനുഭൂതി അഥവാ അനുഭൂതിയാണ് ആനന്ദം. ആനന്ദമായി ഉൽപ്പന്നമായി തീരുന്നത്. എല്ലാം ഭഗവാന്റെ ലീലയായി കാണുന്നവന് ഇവിടെ തന്നെ ബ്രഹ്മാനന്ദം അനുഭവിക്കാവുന്നതുമാണ്. പ്രകൃതിയുടെ ഘടകമായ മനസ്സിനെ ഈശ്വരാംശമായ ആത്മാവിലേക്ക് ലയിപ്പിക്കാനുള്ള പ്രക്രിയയാണ് പൂജാതി കർമ്മങ്ങൾ. തത്വജ്ഞാനിക്ക് ജ്ഞാനമാർഗത്തിലൂടെ അത് സാധിക്കും. സാധാരണക്കാരായ നമുക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഭക്തിമാർഗം സ്വീകരിക്കാം. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തും അതല്ലയായിൽ മായാമനു ഉരുവിട്ടുമിരിക്കിൽ മായ മാറും. ഗുരുദേവൻ പറയുന്നു, ഭൗതികമായ സർവ്വതും മിഥ്യയും ദുഃഖപ്രദവും ആണ് എന്ന് തിരിച്ചറിഞ്ഞ് സർവ്വതും ഉപേക്ഷിച്ച് ആത്മജ്ഞാനിയായിത്തീരുന്നവന് ഒരു ക്രിയയും ചെയ്യേണ്ടതില്ല. അതിന് കഴിവില്ലാത്തവർ പൂക്കൾ പറിച്ച് വിഗ്രഹങ്ങളിൽ അർപ്പിച്ചും ഈശ്വരനാമം ജപിച്ചും മന്ത്രോപാസന ചെയ്തും ഇരുന്നാൽ ക്രമേണ മായാമോഹങ്ങളിൽ നിന്ന് മുക്തനായി ഭക്തനായി മുക്തിക്ക് പാത്രമാകാം. എന്നാൽ ദക്ഷിണയും ശമ്പളവും കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പൂജാരിയുടെ പൂജയും ലൗകികമായ സുഖഭോഗങ്ങൾ കൂടുതൽ മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയുള്ള ഭക്തന്മാരുടെ പ്രാർത്ഥനകളും മോക്ഷമാർഗമല്ല. ഭഗവാൻ കൈക്കൂലിക്കാരനോ പുകഴ്ത്തി പറഞ്ഞാൽ പ്രസാദിക്കുന്ന നേതാവോ അല്ല എന്ന് ഓർക്കണം. ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യം ആണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്രയും പറയുന്നത്. ഇനി യോഗി സിദ്ധിജാലം കാണിക്കുന്നത് പോലെ ഭഗവാൻ പ്രപഞ്ചത്തെ പ്രകടമാക്കി കാണിക്കുന്നു എന്ന് പറഞ്ഞതിലേക്ക് കടക്കാം. ഭഗവാന്റെ യോഗവൈഭവമാണ് പ്രപഞ്ച സൃഷ്ടിക്ക് നിദാനമായത്. യോഗവൈഭവം കൊണ്ടാണ് തന്നിൽ സുപ്താവസ്ഥയിൽ കിടന്നിരുന്ന പ്രകൃതിയെ പ്രപഞ്ചമാക്കി പ്രകടമാക്കിയത്. എന്താണ് യോഗവും യോഗവൈഭവവും? യോഗം എന്ന വാക്കിൻ്റെ വാച്യാർത്ഥം യോജിക്കൽ, ഒന്നാകൽ എന്നാണ്. മനസ്സിനെ ആത്മാവിൽ ലയിപ്പിച്ച് ഏകീഭാവമാക്കുന്ന ആത്മാനുഭൂതിയിൽ എത്തിക്കുന്നതിനെയാണ് വേദാന്തികൾ യോഗം എന്ന് പറയുന്നത്. യോഗദർശനം എന്ന 9-ാം അധ്യായം പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വിശദമായി അറിയാൻ കഴിയും. യോഗദർശനത്തിൻ്റെ ഉപജ്ഞാതാവായ പതഞ്ജലി പറയുന്നത് യോഗശ്ചിത്തവൃത്തി നിരോധ എന്നാണ്. ചിത്തവൃത്തികളെ നിരോധിക്കുക എന്നതാണ് യോഗത്തിൻ്റെ പ്രവൃത്തി. ചിത്തവൃത്തികൾ എന്നത് മനസ്സിൻ്റെ ചിന്തകൾ, ആശകൾ മുതലായ വികാരങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ കാട്ടിത്തരുന്ന വസ്തുക്കളിലേക്ക് മനസ്സ് പോവുകയും ബാഹ്യവസ്തുക്കളുമായുള്ള സമ്പർക്കത്തിലൂടെ മനസ്സിൽ ഇച്ഛാദ്വേഷം, മോഹം, ഭയം, രാഗം, ക്രോധം മുതലായ വികാരങ്ങൾ ഉൾക്കൊണ്ട് ചഞ്ചലപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള മനസ്സിനെ ലൗകിക വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ആത്മോന്മുഖമാക്കി തീർക്കാനുള്ള അഭ്യാസമാണ് യോഗം. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അസംഭവം മഹാബാഹു മനോ ദുർനിഗ്രഹം പരം എന്ന് അർജുനൻ കൃഷ്ണനോട് പറയുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ യമം, നിയമം, പ്രത്യാഹാരം, ധാരണ, പ്രാണായാമം, ആസനം, ധ്യാനം എന്നീ അഭ്യാസമുറകളിലൂടെ
ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത്, അതായത് ഇന്ദ്രിയങ്ങളെ വരുതിയിലാക്കി മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മാവിലേക്ക് തിരിച്ചുവിടാവുന്നതാണ്. ഇതെല്ലാം ചേർന്ന അഭ്യാസമാണ് യോഗാഭ്യാസം. ഇന്നിപ്പോൾ സാധാരണ ജനങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത് തലകുത്തി കാല് മേലോട്ടാക്കി നിൽക്കുന്നത് പോലെയുള്ള ചില അഭ്യാസങ്ങളാണ് യോഗാഭ്യാസം എന്നാണ്. അല്പനാൾ മുമ്പ് എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി എന്നെ കാണാൻ ഇടയായി. സംഭാഷണ മധ്യേ അയാൾ ചോദിച്ചു, സാറ് യോഗ ചെയ്യാറുണ്ടോ? എൻ്റെ ആരോഗ്യ രഹസ്യം അറിയാനുള്ള ചോദ്യമായിരുന്നു അത്. അയാൾ ഉദ്ദേശിച്ചത് യോഗാസനങ്ങളെ പറ്റിയാണ് എന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു, യോഗയില്ല, പറമ്പിൽ തൂമ്പാപ്പണി ചെയ്യാറുണ്ട്. ഇന്ന് യോഗ ക്ലാസുകൾ എന്ന് പറഞ്ഞ് നാടൊട്ടുക്ക് നടക്കുന്ന പരിപാടിക്ക് പതഞ്ജലിയുടെ യോഗവുമായി യാതൊരു ബന്ധവും കാണുകയില്ല. എന്നാൽ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു എന്നും പറയാം. പറഞ്ഞത് പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളെയും ജീവജാലങ്ങളെയും അതിൻ്റേതായ നിലവാരത്തിലും പരസ്പര ബന്ധത്തോടും കൂടി യോജിപ്പിച്ചു നിർത്താനുള്ള ശക്തിവിശേഷത്തെ ആണ് ഭഗവാന്റെ യോഗവൈഭവം എന്ന് പറഞ്ഞത് എന്നറിയണം. ആത്മാവിനെ ദേഹികളെയും ദേഹികളായും പ്രകൃതിയെ വിവിധ രൂപങ്ങളും സ്വഭാവങ്ങളും ഉള്ള ദേഹങ്ങളും ആയി വിഭജിച്ച് പരസ്പരം കൂട്ടിയിണക്കി ജീവലോകത്തെ സൃഷ്ടിച്ചതാണ് ഭഗവാന്റെ യോഗവൈഭവം. ഇതിനെ ഗുരുദേവൻ യോഗിയായ മനുഷ്യൻ തൻ്റെ സിദ്ധികളെ പ്രകടിപ്പിക്കുന്നതിനോട് ഉപമിച്ചിരിക്കുന്നു. സിദ്ധികൾ എന്നാൽ അഷ്ടൈശ്വര്യ സിദ്ധികളാണ്. അവ ഇപ്രകാരങ്ങളാണ്. ഒന്ന് അണിമാവ്, അണു പോലെ ഏറ്റവും ചെറുതാകാനുള്ള കഴിവ്. 2 മഹിമാവ്, ഏറ്റവും മഹത്വമുള്ള അവസ്ഥയെ പ്രാപിക്കാനുള്ള കഴിവ്. 3 ലഘിമാവ്, യാതൊരു ഘനവുമില്ലാതെ പറന്നുയരാനും മറ്റുമുള്ള കഴിവ്. 4 ഗരിമാവ്, ഏറ്റവും വലിപ്പമുള്ള രൂപം സ്വീകരിക്കാനുള്ള കഴിവ്. 5 ഈശിത്വം, എല്ലാത്തിൻ്റെയും ഈശനാകാനുള്ള കഴിവ്, അല്ലെങ്കിൽ സർവസ്ഥലങ്ങളിലും ഒരേ സമയം വ്യാപിച്ചു നിൽക്കാനുള്ള കഴിവ് എന്നും അർത്ഥമുണ്ട്. വശിത്വം, എന്തിനേയും വശത്താക്കാനും ഉള്ള കഴിവ്. 7 പ്രാപ്തി, എവിടെയും ഏത് സമയത്തും എത്തിച്ചേരാനുള്ള കഴിവ്. 8 പ്രാകാശ്യം, എന്തിനേയും പ്രകാശിപ്പിക്കാൻ, അതായത് ഇല്ലാത്ത വസ്തുവിനെ ഉണ്ടാക്കി കാണിക്കാനുള്ള കഴിവ്. ഈ 8 സിദ്ധികളും ഈശ്വരൻ്റേതാണ്. യോഗസാധനകളും തപസ്സും കൊണ്ട് ഇവ മനുഷ്യനും കൈവരിക്കാവുന്നതാണ്. ശ്രീനാരായണ ഗുരുദേവന് ഈ സിദ്ധികളെല്ലാം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തെ അറിയാവുന്നവരെഴുതിയ ജീവചരിത്രം വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. അല്പം ജ്യോതിഷവും കൺകെട്ടുവിദ്യയും പഠിച്ച് താടിയും മുടിയും വളർത്തി സ്വർണ്ണനൂലിൽ കോർത്ത രുദ്രാക്ഷമാലയും ധരിച്ച് കൈവിരലുകളിലെല്ലാം രത്നമോതിരങ്ങളും അണിഞ്ഞ് കാഷായ വേഷമോ അല്ലെങ്കിൽ അതുപോലെ വിശേഷപ്പെട്ട പട്ടുവസ്ത്രങ്ങളോ ധരിച്ച് സിദ്ധവേഷം കെട്ടി ജനങ്ങളെ വഞ്ചിക്കുന്നവരുടെ തട്ടിപ്പിൽ ഗുരുഭക്തന്മാർ ചെന്നുപെടുകയില്ല എന്ന് വിശ്വസിക്കുന്നു. മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കുന്ന യോഗികൾ ജനങ്ങളുടെ പ്രീതിക്കോ ബഹുമാനത്തിനോ വേണ്ടി സിദ്ധികൾ പ്രദർശിപ്പിക്കാറില്ല. അങ്ങനെ സിദ്ധികൾ പ്രദർശിപ്പിച്ച് ജനങ്ങളെ സ്വാധീനിച്ച് സമ്പത്തും സുഖജീവിതവും നേടുന്നവരെ സിദ്ധികാമന്മാരായ യോഗികൾ എന്നാണ് പറയുന്നത്. അവർ മുക്തികാമന്മാരല്ല. അവർക്ക് മുക്തിയൊട്ട് ഒരിക്കലും ലഭിക്കുകയും ഇല്ല. ഇന്നത്തെ ക്ലാസ് തീർന്നു.
നമസ്കാരം.